അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല രണ്ട് തരം ആൾക്കാരെ. നമ്മൾ ഫസ്റ്റായിട്ട് കാണുമ്പോൾ ഒരു ഭയങ്കര സൈലന്റ്, ആഴത്തും മിണ്ടാണ്ട് ഓരോ കാര്യമായിട്ട് നമ്മൾ കണ്ടറിയോ എന്ത് ചാടാൻ ആഴത്തും മിണ്ടെന്നില്ല, എനിക്ക് ഭയങ്കര ഡിമാൻഡാണ്, ഈ ഒക്കെ ഭയങ്കര ഡിമാൻഡാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ടാവും. ഇതേ സൈഡിൽ തന്നെ വേറെ ടൈപ്പ് ആൾക്കാരുണ്ട്. വെച്ചാൽ ഒരു ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, എല്ലാവരുടെ അടുത്ത് കമ്പനി ആയിട്ട് എല്ലാവരും ചിരിച്ച് കളിച്ച് സംസാരിച്ച് എന്നുവെച്ചാൽ എല്ലാവരും മാക്സിമം എന്താ പറയുക അടിച്ചു പൊളിച്ച് നിൽക്കാൻ നോക്കുന്ന ആൾക്കാരായിരിക്കും. ഇവർ രണ്ടും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആൾക്കാരെന്നാൽ ഈ സൈലൻ്റായി ഒറ്റ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരെ ഒന്ന് ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒന്ന് അടുത്തറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഇവരൊരു കംഫർട്ട് സോണിൽ ഇവർ അടിപൊളിയാണ്. നമ്മൾ വിചാരിക്കുന്ന അടിപൊളി മെമ്മറീസും കാര്യങ്ങളും അടിപൊളി ലൈഫാണ് ഇവരൊരു കംഫർട്ട് സോണിൽ. ഇവരെ പാസ്റ്റും ഇവരെ കൂടെയുള്ള ആൾക്കാർ, ഇവരെ കസിൻസ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആ ഒരു കംഫർട്ട് സോണിൽ ഇവരെ അടിച്ച് പൊളിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവരെ മൈൻഡിൽ എന്താണ്, ഞാൻ എന്തിനപ്പോൾ എല്ലാവരുടെ അടുത്ത് പോയാണ്, എനിക്ക് ഇതിൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ, എനിക്ക് ഓരുണ്ടല്ലോ എന്നുള്ള മൈൻഡ് ആയതുകൊണ്ടാണ് അധികം ആൾക്കാർ, എല്ലാവരും കേട്ടോ അധികം ആൾക്കാരും ഇങ്ങനെ നിൽക്കുന്നത്. ഇതേ നേരെ മറിച്ച് നമ്മൾ മറ്റേ ആക്റ്റീവ് ആയിക്കണ ആളെ ഒന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്തറിയാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ലൈഫിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളും ഇഷ്ടംപോലെ സങ്കടങ്ങളും, അല്ലെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഓവർത്തിങ്ങൊക്കെ ചെയ്ത് ഇങ്ങനെ കൂട്ടുന്ന ഒരാളേക്ക്. അപ്പോൾ ഇയാളെ മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും, എല്ലാവരും അങ്ങനെ കാണിക്കാത്തതാണ്, അതൊന്നും ഇയാളെ മൈൻഡിലുണ്ടാവും. അപ്പോൾ ഇയാളെന്താക്കും എല്ലായിടത്തും പോയിട്ട് ഇയാൾക്ക് അനുഭവിക്കുന്ന ഒരു ഹേർട്ടിങ് അല്ലെങ്കിൽ ഇയാൾ അനുഭവിക്കുന്ന ഒരു സങ്കടം വേറെ ഒരാൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ള മൈൻഡ് കാരണം ഇയാൾ എന്തൊക്കെ എല്ലായിടത്ത് പോയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ പ്രശ്നമുണ്ടോ ചോദിക്കുന്ന ആൾക്കാർ കേൾക്കുന്നത് നമ്മൾ ജയിച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവും. ഓരത് കാണിക്കാതെ നിന്നിട്ട് ഓരോ പ്രശ്നം പോലെ ഇങ്ങനെ ചെയ്യാണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും സമാധാനം ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ജസ്റ്റ് ഈ റീല് സെൻഡ് ചെയ്തെടുത്ത് ചോദിച്ചൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളത്